ഫിലിം ഗാരേജിന്റെ OTT അപ്ഡേറ്റുകളിലേക്ക് ഇവർക്കും സ്വാഗതം. ഇന്ന് ഏപ്രിൽ 30 നിങ്ങൾ പ്രേക്ഷകർക്ക് അറിയേണ്ട സിനിമകളുടെ ഉൾപ്പെടെ 8 OTT റിലീസ് അപ്ഡേറ്റുകൾ വന്നിരിക്കുകയാണ്. കഴിഞ്ഞ വർഷത്തിലെ ഹോട്ട്സ്റ്റാറിന്റെ ഏറ്റവും അധികം പ്രേക്ഷകർ കണ്ട മലയാളം സീരീസ് ആണല്ലോ കേരള ക്രൈം ഫയൽസ്. സീസൺ 2 ചിത്രീകരണം കഴിഞ്ഞ ഒരുപാട് നാളുകളായിട്ട് നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പോഴത്തെ സീസൺ 2 ചിത്രീകരണം പാക്കപ്പ് ആയിരിക്കുകയാണ്. ഈ വർഷം രണ്ടാം പകുതിയിൽ സീരീസ് OTT റിലീസ് ചെയ്യുന്നതാണ്. രണ്ടാമത്തേതും ഒരു സീരീസിന്റെ അപ്ഡേറ്റ് ആണ്. ആമസോൺ പ്രൈമിന്റെ ഡയറക്റ്റ് OTT റിലീസിന് ഒരുങ്ങുന്ന ദി ബോയ്സ് എന്ന സീരീസിന്റെ OTT റിലീസ് തീയതി പ്രഖ്യാപനമെല്ലാം തന്നെ നേരത്തെ തന്നെ വന്നതാണല്ലോ. ഈ വരുന്ന ജൂൺ 13 തീയതി ആമസോൺ പ്രൈമിലൂടെ പുതിയ സീസൺ OTT റിലീസ് ചെയ്യുകയാണ്. ഇംഗ്ലീഷ്, മലയാളം, തമിഴ്, തെലുഗു, കന്നഡ, ഹിന്ദി ഭാഷകളിലെ സീരീസ് OTT റിലീസ് ചെയ്യുന്നതാണ്. മൂന്നാമത്തേത് വീണ്ടും ഒരു സീരീസിന്റെ അപ്ഡേറ്റ് ആണ്. പഞ്ചായത്ത് എന്ന ആമസോൺ പ്രൈമിന്റെ സീരീസിന്റെ OTT റിലീസിനായിട്ട് ഒരുപാട് പ്രേക്ഷകർ കാത്തിരിപ്പിലാണല്ലോ. ഈ മെയ് മാസം തന്നെ സീരീസ് OTT റിലീസ് ചെയ്യുമെന്ന് ഉറപ്പാക്കപ്പെട്ടിരിക്കുകയാണ്. മൂന്നാമത്തെ സീസൺ മെയ് 17 OTT റിലീസ് ചെയ്തേക്കുമെന്നാണ് നിലവിൽ നമുക്ക് ലഭ്യമായിരിക്കുന്ന അപ്ഡേറ്റ്. നെറ്റ്ഫ്ലിക്സിന്റെ OTT റിലീസിന് ഒരുങ്ങുന്ന ഏറ്റവും പുതിയ കൊറിയൻ സീരീസ് ആണ് സൂപ്പർ റിച്ച് കൊറിയ എന്ന സീരീസ്. നെറ്റ്ഫ്ലിക്സിലൂടെ മെയ് 7 തീയതി ഈ സീരീസ് OTT റിലീസ് ചെയ്യുന്നതാണ്. നാളെ മാജിക് ഫ്രെയിംസ് നിവിൻ പോളി കൂട്ടുകെട്ടിൽ ഏറ്റവും പുതിയ സിനിമ തിയേറ്ററുകളിലേക്ക് എത്തുകയാണല്ലോ. കഴിഞ്ഞ വർഷം ഇതേ കൂട്ടുകെട്ടിൽ തിയേറ്ററുകളിലേക്ക് എത്തി വൻ ദുരന്തമായി. ഇനിയും OTT അവകാശങ്ങൾ, സാറ്റലൈറ്റ് അവകാശങ്ങൾ പൂർണ്ണമായിട്ടും വിറ്റഴിക്കപ്പെട്ടു എന്ന് പറയാനാവാത്ത സിനിമയാണല്ലോ രാമചന്ദ്ര ബോസ് ആൻഡ് കോ. കഴിഞ്ഞ വർഷം പ്രേക്ഷകരെ അറിയിച്ചതുപോലെ മലയാളി ഫ്രം ഇന്ത്യ എന്ന സിനിമയോടൊപ്പം കോംബോ ഡീലിനായിരിക്കും ബോസ് ആൻഡ് കോ എന്ന സിനിമയുടെ OTT അവകാശങ്ങൾ വിറ്റഴിക്കപ്പെടുക. ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാർ സ്വന്തമാക്കാനാണ് കൂടുതൽ സാധ്യത. നാളെ റിലീസ് ചെയ്യുന്ന മലയാളി ഫ്രം ഇന്ത്യ എന്ന സിനിമയുടെ അഭിപ്രായങ്ങൾ കൂടി അറിഞ്ഞതിന് ശേഷമേ രണ്ട് സിനിമകൾ ഒരുമിച്ച് എത്ര കോടി രൂപയ്ക്ക് സ്വന്തമാക്കണം എന്നൊരു തീരുമാനത്തിലേക്ക് എത്തപ്പെടുകയുള്ളൂ. കാത്തിരിക്കൂ, കൂടുതൽ അപ്ഡേറ്റുകൾ കേട്ടാം. ഷെയ്ത്താൻ നേരത്തെ തിയേറ്ററുകളിലേക്ക് എത്തിയ വൻ വിജയമായ ബോളിവുഡ് സിനിമയാണല്ലോ. ഒരു ഗുജറാത്തി സിനിമയുടെ ഹിന്ദി റീമേക്കായിട്ട് തിയേറ്ററുകളിലേക്ക് എത്തിയ അജയ് ദേവ്ഗണിന്റെ ഈ സൂപ്പർ നാച്ചുറൽ ഹൊറർ ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന സിനിമയുടെ OTT റിലീസ് പ്രഖ്യാപനം ഇന്ന് നെറ്റ്ഫ്ലിക്സിന്റെ ഭാഗത്ത് നിന്ന് വന്നിരിക്കുകയാണ്. ഈ ആഴ്ച മെയ് 3 സിനിമ OTT റിലീസ് ചെയ്യുന്നതാണ്. നെറ്റ്ഫ്ലിക്സിന്റെ ബിഗ് ബഡ്ജറ്റ് ഇന്ത്യൻ സീരീസ് ആണല്ലോ സഞ്ജയ് ലീല ബൻസാലി സംവിധാനം ചെയ്ത ഹീരമാണ്ടി. ഏകദേശം നെറ്റ്ഫ്ലിക്സ് 150 കോടി 200 കോടി റേഞ്ചിൽ നിർമ്മിച്ച ഈ സീരീസ് നാളെ മെയ് 1 തീയതി OTT റിലീസ് ചെയ്യുകയാണ്. നെറ്റ്ഫ്ലിക്സിലൂടെ ഒട്ടനേകം ഭാഷകളിൽ OTT റിലീസ് പ്രതീക്ഷിക്കുന്നു. കാത്തിരിക്കൂ, സിനിമയുടെ റിലീസിന് ശേഷമുള്ള അപ്ഡേറ്റുകൾ കേട്ടാം. വീഡിയോയിൽ അവസാനത്തെ അപ്ഡേറ്റ് കഴിഞ്ഞ ആഴ്ച തിയേറ്ററുകളിലേക്ക് എത്തി ഏറ്റവും പുതിയ മലയാളം കോമഡി എന്റർടൈനർ സിനിമയാണല്ലോ ദിലീപിന്റെ പവി കെയർ ടേക്കർ. സിനിമയുടെ OTT സാറ്റലൈറ്റ് അവകാശങ്ങൾ സിനിമ തിയേറ്ററുകളിലേക്ക് എത്തുന്നതിന് മുന്നേ വിറ്റഴിക്കപ്പെട്ടതാണല്ലോ. അത് നേരത്തെ പ്രേക്ഷകരെ അറിയിച്ചതുമാണ്. ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാർ ആണ് വൻ തുകയ്ക്ക് പവി കെയർ ടേക്കർ സ്വന്തമാക്കിയിരിക്കുന്നത്. ചിത്രം ജൂലൈ മാസത്തോടെ മാത്രമേ ഹോട്ട്സ്റ്റാറിലൂടെ OTT റിലീസ് ചെയ്യുകയുള്ളൂ. പാൻ ഇന്ത്യൻ ഭാഷകളിൽ സിനിമ ലഭ്യമാകുന്നതാണ്. അപ്പോൾ കാത്തിരിക്കൂ, പവി കെയർ ടേക്കർ എന്ന സിനിമയുടെ കൂടുതൽ വാർത്തകൾ കേട്ടാം.